ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആദ്യ 3 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 4-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലസീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബികും وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ കോടതിയിൽ കുടുംബബന്ധങ്ങളും മക്കളുമൊക്കെ അവരെക്കൊണ്ട് ആ ബന്ധങ്ങൾ കാരണം പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലസീന മഅഹ്. ഖദ് തീർച്ചയായും, കാനത്ത്, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആയിരുന്നു, ഉണ്ടായിട്ടുണ്ട്, അങ്ങനെക്കർത്ഥം. ഇവിടെ അത് സ്ത്രീലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചത്, പിന്നീട് പറയാം എന്തുകൊണ്ടാണെന്ന്. കാനത്ത് ഉണ്ടായിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, ഉസ്വത്തുൻ, ഉസ്വത്തുൻ എന്ന് പറഞ്ഞാൽ മാതൃക അല്ലെങ്കിൽ ഉദാഹരണം. തഅസ്സ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ്. ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ മാതൃക. ഹസനത്തുൻ നല്ല, ഏറ്റവും നല്ല മാതൃക. ഫീ ഇബ്രാഹീമ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫീ ഇബ്രാഹീമ, ഇബ്രാഹീമിൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ. വല്ലസീന മഅഹു, മഅ എന്ന് പറഞ്ഞാൽ കൂടെ, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ, വല്ലസീന മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും. അവിടെ ശരിക്കും ഫീ എന്നുള്ളത് ഇങ്ങോട്ടും ചേർത്ത് പറയണം. വല്ലസീന എന്ന് പറഞ്ഞാൽ, അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നാണ്. വല്ലസീന അങ്ങനെയുള്ളവരായ ഒരു കൂട്ടരും, വാവ് അത്ഫിൻ്റെ വാവ. പക്ഷേ അതിലേക്ക് ആ വാവ് വരുമ്പോൾ ആ ഫീ എന്നുള്ളത് ഇങ്ങോട്ട് ചേരും. അപ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടരിലും, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരായ ഒരു കൂട്ടരിലും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് നല്ലതായ മാതൃകയുണ്ടായിട്ടുണ്ട്. ഇത് ഖാലൂ, ഖാല പറഞ്ഞു, ഖാലൂ അവർ പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇത് ഖാലൂ അവർ പറഞ്ഞ സന്ദർഭം. ലി ഖൗമിഹിം, ഖൗമ് സമൂഹം, സമുദായം. ഖൗമുഹും അവരുടെ സമുദായം, അവരുടെ സമൂഹം. അതിന് മുമ്പിൽ ലി വരുമ്പോൾ ലി ഖൗമി എന്നാവും, ലി ഖൗമു എന്നല്ല, ലി ഖൗമിഹിം അവരുടെ സമുദായത്തോട്, അവരുടെ സമൂഹത്തോട്. ഇന്നാ, ഇന്ന എന്നുള്ളതിൻ്റെ കൂടെ നാ എന്ന് ചേർന്നപ്പോൾ ഇന്നാ എന്നായി. അത് ഇന്നനാ എന്നും ആവാം, ഇന്നാ എന്നും ആവാം, രണ്ടും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇന്നാ നിശ്ചയമായും നാം, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, നാ എന്ന് പറഞ്ഞാൽ നാം, ഇന്നാ നിശ്ചയമായും നാം. ബുറആഉ, ബരീഉൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബുറആ, അബിരിയാ, അബ്റാ ഒക്കെ. ബരീഉൻ എന്ന് പറഞ്ഞാൽ ഒഴിവായവൻ എന്നർത്ഥം. അതിൻ്റെ ബഹുവചനം ബുറആ, ഒഴിവായവർ. അപ്പോൾ ഇന്നാ നിശ്ചയമായും നാം, ബുറആ ഒഴിവായവരാണ്, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കും നിങ്ങൾ, മിൻകും നിങ്ങളിൽ നിന്ന് ഒഴിവായവരാണ് ഞങ്ങൾ. വമിമ്മാ തഅ്ബുദൂന, അബദ ആരാധിച്ചു, യഅ്ബുദു ആരാധിക്കും, തഅ്ബുദു നീ ആരാധിക്കുന്നു, തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നു. അതിൻ്റെ മുമ്പിൽ മാ വരുമ്പോൾ മാ തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ മിൻ എന്ന് വരുമ്പോൾ മിൻ മാ തഅ്ബുദൂന
നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്. അവിടെ ആ മിൻ എന്നുള്ളതും മാ എന്നും കൂടെ ചേർത്തിട്ട് മിമ്മ എന്നാക്കും, ആ നൂന് കളയും. അപ്പോൾ മിമ്മാ തഅബുദൂന, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്. അതിൻ്റെ മുമ്പിലൊരു വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. വമിമ്മാ തഅബുദൂന, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നും. മിൻ ദൂനില്ലാഹി, മിൻ ദൂനി എന്ന് പറഞ്ഞാൽ കൂടാതെ, പുറമേ. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമേ, അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നും. കഫർന, ഞങ്ങൾ നിഷേധിച്ചു, ഞങ്ങൾ അവിശ്വസിച്ചു. ബിക്കും, ബി എന്ന് പറഞ്ഞാൽ ഇൽ, ഫി എന്നുള്ള അർത്ഥം. ബിക്കും നിങ്ങളിൽ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ബിക്കും നിങ്ങളിൽ. കഫർന ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചു, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചു. വ ബദാ, വാവ് അത്ഫിൻ്റെ വാവാണ്. ബദാ എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു, വെളിവായി. വ ബദാ, വെളിപ്പെടുകയും ചെയ്തു. ബൈനന, ബൈന ഇടയിൽ, ബൈന നാ നമുക്കിടയിൽ, നമ്മൾക്കിടയിൽ. വ അത്ഫിൻ്റെ വാവ്. ബൈനക്കും, ബൈന ഇടയിൽ, കും നിങ്ങൾ, ബൈനക്കും നിങ്ങൾക്കിടയിൽ. അപ്പോൾ വ ബൈനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിലും. ബൈനനാ വ ബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ. ബദാ ബൈനനാ വ ബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വെളിവായി. എന്ത്? അൽ അദാവത്തു, അദവ് ശത്രു, അദാവത്ത് ശത്രുത, പക. വൽ ബഗ്ദാഉ, വാവ് അത്ഫിൻ്റെ വാവ് എന്നർത്ഥത്തിൽ. ബഗ്ദാ എന്ന് പറഞ്ഞാൽ വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്. വൽ ബഗ്ദാഉ, വിദ്വേഷവും അല്ലെങ്കിൽ വെറുപ്പും. അബദൻ, എക്കാലത്തും, എന്നും. ഹത്താ തുഅ്മിനൂ, ഹത്ത എന്ന് പറഞ്ഞാൽ വരെ, അതുവരേക്കും, അതുവരെ. തുഅ്മിനു, ആമന വിശ്വസിച്ചു. യുഅ്മിനു, അവൻ വിശ്വസിക്കും, അവൻ വിശ്വസിക്കുന്നു. തുഅ്മിനു, നീ വിശ്വസിക്കും, നീ വിശ്വസിക്കുന്നു. തുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മുമ്പിൽ ഹത്ത വരുമ്പോൾ ആ ഒരു അവസാനത്തെ നൂന് പോവും. ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുന്നത് വരേക്കും. ബില്ലാഹി, അള്ളാഹുവിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ, ബില്ലാഹി അള്ളാഹുവിൽ. വഹ്ദഹു, അതൊരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. വഹ്ദഹു, അവൻ ഏകനായ നിലയിൽ, ഏകനായ അവസ്ഥയിൽ. വഹ്ദഹു, വഹ്ദ, വഹദ് ഏകൻ. വഹ്ദഹു, അവൻ ഏകനായ നിലയിൽ, അല്ലെങ്കിൽ അവൻ്റെ ഏകത്വ നിലയിൽ. ഇല്ലാ ഖൗല ഇബ്രാഹീമ, ഇല്ല ഒഴികെ. ഖൗല വാക്ക്, ഖാല പറഞ്ഞു, ഖൗല വാക്ക്, ഖൗല് വാക്ക്. ഖൗല ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ വാക്ക് ഒഴികെ. ഇല്ല ഖൗല ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു വാക്ക് ഒഴികെ. ലി അബീഹി, അബുൻ പിതാവ്, ഉപ്പ. അബൂഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പ. ലി അബൂഹു എന്ന് പറയില്ല, ലി അബീഹി എന്നാണ് പറയാം. അദ്ദേഹത്തിൻ്റെ ഉപ്പയോട്, അദ്ദേഹത്തിൻ്റെ പിതാവിനോട്. എന്താണ് പറഞ്ഞത്? ല അസ്തഗ്ഫിറന്ന, ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടി എന്നാണ്. അസ്തഗ്ഫിറു, ഞാൻ പാപമോചനം തേടും. ല അസ്തഗ്ഫിറു, ഞാൻ പാപമോചനം തേടുക തന്നെ ചെയ്യും. അതിൻ്റെ അവസാനത്തിൽ വീണ്ടും ഒരു ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നൂന് ചേർക്കുമ്പോൾ ല അസ്തഗ്ഫിറന്ന എന്നാണ് പറയാം. ല അസ്തഗ്ഫിറുന്ന എന്നല്ല, ല അസ്തഗ്ഫിറന്ന എന്നായി മാറും. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും ഞാൻ പാപമോചനം തേടുക തന്നെ ചെയ്യും. രണ്ടുറപ്പിക്കല. ലക്ക, താങ്കൾക്ക് വേണ്ടി. വമാ അംലിക്കു, വാവ് അത്തിഫിൻ്റെ വാവ്. മാ എന്നുള്ളത് ഇല്ല, അല്ല എന്നുള്ള അർത്ഥത്തിൽ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അംലിക്കു, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി, അധീനപ്പെടുത്തി എന്നൊക്കെയാണ്. അംലിക്കു, ഞാൻ അധീനപ്പെടുത്തും, ഞാൻ അധീനപ്പെടുത്തുന്നു. മാ അംലിക്കു, ഞാൻ അധീനമാക്കുകയില്ല, ഞാൻ അധീനപ്പെടുത്തുന്നില്ല. വമാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നുമില്ല. ലക്ക, താങ്കൾക്ക്. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. മിൻ ഷെയ്ഇൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഷെയ്ഉൻ എന്തെങ്കിലും ഒന്ന്. മിൻ ഷെയ്ഇൻ, ഒന്നും തന്നെ എന്നുള്ള അർത്ഥം കൊടുക്കാം. മിൻ ഷെയ്ഇൻ, യാതൊന്നും തന്നെ. റബ്ബന, റബ്ബ് എന്നുള്ളതിൻ്റെ കൂടെ നാ ചേർന്നു. റബ്ബന, ഞങ്ങളുടെ നാഥ. റബ്ബ് നാഥൻ, രക്ഷിതാവ്. റബ്ബന, ഞങ്ങളുടെ നാഥ. അലൈക്ക, അലൈക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ മേൽ.
അല എന്ന് പറഞ്ഞാൽ മേൽ, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ, അലൈക്ക നിൻ്റെ മേൽ. തവക്കൽന, തവക്കല എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിച്ചു, തവക്കൽന ഞങ്ങൾ ഭരമേൽപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ അലൈക്ക തവക്കൽന ഞങ്ങൾ നിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു. വ ഇലൈക്ക, ഇല എന്നുള്ളതിൻ്റെ കൂടെ ക എന്ന് ചേർന്നതാണ് ഇലൈക്കായത്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ, ഇലൈക്ക നിന്നിലേക്ക് തന്നെ. വ ഇലൈക്ക നിന്നിലേക്ക് തന്നെയാണ്. ആ വാവ് അവിടെ അത്തഫിൻ്റെ വാവായിട്ട്. അനബിന, അനാബ എന്നുള്ളതിൻ്റെ കൂടെ ന എന്ന് ചേർന്നപ്പോൾ അനബിന എന്നായി. അനാബ എന്ന് പറഞ്ഞാൽ വിനയപ്പെട്ടു, മനസ്സ് മടങ്ങി എന്നൊക്കെയാണ്. അനബിന ഞങ്ങൾ വിനയപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ വിനയപ്പെട്ടുകൊണ്ട് മനസ്സ് മടക്കി. വ ഇലൈക്കൽ മസീർ, വാവ് അത്തഫിൻ്റെ വാവ്, ഇലൈക്ക നിന്നിലേക്ക്. വ ഇലൈക്ക നിന്നിലേക്ക് തന്നെയാണ് അൽ മസീർ മടക്കം അല്ലെങ്കിൽ തിരിച്ചുവരവ്. ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്, ഏറ്റവും നല്ല മാതൃകയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഖാലൂലി ഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അവരുടെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവയിൽ നിന്നും ഞങ്ങൾ ഒഴിവായവരാണ്. കഫർന ബിക്കും വബദ ബൈനന വബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹു, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചു, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചു. അള്ളാഹുവിനെ ഏകനായ രൂപത്തിൽ നിങ്ങൾ ആരാധിക്കുന്നത് വരേക്കും എക്കാലത്തും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ആ ഒരു എതിർപ്പ്, ആ ഒരു ശത്രുത, ആ ഒരു വെറുപ്പ് അത് വെളിവാകുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി ല അസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ, ഇത്രയും നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും മാതൃകയുണ്ട്. എന്നാൽ ഇനി പറയുന്ന കാര്യത്തിൽ മാതൃകയില്ല, ഇതൊഴികെ. ഇല്ലാ ഖൗല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ വാക്കൊഴികെ ഇതിൽ മാതൃകയില്ല. ഇതുവരെ പറഞ്ഞതിലാണ് മാതൃകയുള്ളത്. ഇല്ലാ ഖൗല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ വാക്കിൽ ഒഴികെ ഇതിൽ മാതൃകയില്ല. ലി അബീഹി അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞു, ല അസ്തഗ്ഫിറന്ന ലക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പാപമോചനത്തിന് തേടുക തന്നെ ചെയ്യും. വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാൻ എനിക്ക് കഴിവില്ല. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു. റബ്ബന ഞങ്ങളുടെ നാഥ, അലൈക തവക്കൽന നിന്നിലേക്കാണ് ഞങ്ങൾ എല്ലാം ഭരമേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. വ ഇലൈക അനബ്ന നിന്നിലേക്ക് തന്നെ ഞങ്ങൾ മനസ്സ് മടക്കുകയും ചെയ്യുന്നു, വിനയപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് മടക്കുകയും ചെയ്യുന്നു. വ ഇലൈക്കൽ മസീർ ഞങ്ങളുടെ ഒടുക്കം, ഞങ്ങളുടെ അവസാനം, ഞങ്ങളുടെ തിരിച്ചുവരവ് നിന്നിലേക്ക് തന്നെയാണ്. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ അള്ളാഹു ഈ ഒരു ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയണ്ട. എന്താണ് ഈ ഉത്തമമായ മാതൃക? ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ നമ്മളും വിജയിക്കും. നല്ല മാതൃകയാണ്, നമ്മൾ വഴിതെറ്റൂല. അങ്ങനെയുള്ള മാതൃകയുണ്ട് ആരിൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും. ആരാണ് ഈ കൂടെയുള്ളവർ? കൂടെയുള്ളവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അതേ പാത പിന്തുടർന്ന പിൽക്കാല പ്രവാചകന്മാരാവാം. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാരിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അവർ അവരുടെ സമൂഹത്തോട് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിവായവരാണ്, ഞങ്ങളതൊന്നും ആരാധിക്കുന്നവരല്ല എന്നർത്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ ബീവി, അതേപോലെ തന്നെ ഹാജറ ബീവി, അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ ആവാം. ഏതായാലും ഇവരിലൊക്കെ നമുക്ക് ഉത്തമമായ മാതൃകകളുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്,
കഫർനാ ബിക്കും വബദ ബൈനന വ ബൈനക്കും അൽ അദാവത്തു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദഹു. ഏകനായ അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹു ഏകനായ രൂപത്തിൽ അവനെ ആരാധിക്കുന്നത് വരേക്കും എക്കാലത്തും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ആ ഒരു എതിർപ്പ് വെളിവായിട്ടുണ്ട്, ആ ഒരു വ്യത്യാസം, ആ ഒരു ശത്രുത, ആ ഒരു വെറുപ്പ് അത് വെളിവായിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നമുക്കുള്ള മാതൃക? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അല്ല ആദ്യത്തെ മനുഷ്യൻ, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പരിചയപ്പെടുന്നത് അബീക്കും ഇബ്രാഹിം എന്നാണ്, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടാണ് അങ്ങനൊരു സ്ഥാനം കിട്ടിയത് അബീക്കും? അത് അങ്ങനൊരു സ്ഥാനം കിട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. നമ്മളുടെ ആദർശ പിതാവ്, നമ്മളുടെ ശരിക്കുള്ള പിതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യ മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിലും ആദർശ പിതാവ് എന്നുള്ള സ്ഥാനം കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്? ഒരു നിസ്കാരത്തിൽ പോലും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചൊല്ലാതെ ആ ഒരു പേര് ഉച്ചരിക്കാതെ പോകുന്നില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ഒരു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചെയ്തതുപോലെയുള്ള അനുഗ്രഹങ്ങളൊക്കെ എനിക്കും കിട്ടണം എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. കമാ സ്വല്ലൈത്ത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം, അവിടേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വെച്ചിട്ടാണ് അതുപോലെ എനിക്കും തരാൻ വേണ്ടി നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ. അവരെ ഒന്നും ആ തരത്തിൽ പറയാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വെച്ചിട്ടാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൊടുത്തതുപോലെ എനിക്കും തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയധികം ത്യാഗം സഹിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചങ്ങാതി ഖലീലുല്ലാഹി എന്നുള്ള സ്ഥാനപ്പേര് വരെ കിട്ടാൻ കാരണമായി. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു റോഡിലൂടെയാണ് സഞ്ചരിച്ചത്. മറ്റാരെങ്കിലും വെട്ടിത്തുറന്നുണ്ടാക്കിയ റോഡിലൂടെ പോകാനാണ് നമുക്കൊക്കെ താല്പര്യം. പക്ഷേ ദീനിൻ്റെ വഴി, ആ രാജ്യത്ത് ആ നാട്ടിൽ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയ ആദർശം പാലിക്കുന്ന ആരുമില്ല, അയാൾ ഒറ്റക്കാണ്. എന്നിട്ട് ആ ഒറ്റയ്ക്കുള്ള വ്യക്തി അവിടെ ആ ഒരു തൗഹീദിൻ്റെ, ആ ഒരു ഏകനായ അള്ളാഹുലേക്കുള്ള വിശ്വാസത്തിൻ്റെ പാത വെട്ടിത്തെളിച്ചിട്ട് അതിലൂടെ ഒറ്റക്കാണ് സഞ്ചരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ആ രൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരൊക്കെയോ വെട്ടിത്തുറന്ന റോഡിലൂടെയാണ് നമ്മൾ പോണത്, നമ്മളായിട്ട് ഒറ്റയ്ക്കുണ്ടാക്കിയ റോഡല്ല. അപ്പോൾ ആ ഒരു സമയത്ത് പോലും അവിടെ തളരാതെ, എല്ലാവരും എതിർത്തിട്ട് പോലും തളരാതെ പിടിച്ചു നിന്നു. മാത്രമല്ല നമുക്കറിയാം, തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്താണോ നല്ലത് അത് അള്ളാഹു ചെയ്തുകൊള്ളും, ഇതിലേക്ക് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ് അവിടെ വെച്ച് മരിക്കലാണ് ഉത്തമമെങ്കിൽ അള്ളാഹു അത് ചെയ്യും, അതല്ല രക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തും. അതായിരുന്നു ആ ഒരു വിശ്വാസം. എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം ഇനി അള്ളാഹുവിൻ്റെ അടുത്താണ് കാര്യങ്ങൾ, അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ, അത് ഞാൻ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും. ഇതായിരുന്നു ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുവൻ. നമ്മളൊക്കെ മുസ്ലിം എന്ന് പറയും നമ്മളെപ്പറ്റി, പക്ഷേ ശരിക്കും ജീവിതത്തിലൂടെ മുസ്ലിം എന്ത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവനെന്നാണ്. എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുകയാണ്, അള്ളാഹുവിനെ ഒന്നാം സ്ഥാനത്ത് കാണുകയാണ്, ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനത്ത്. കുടുംബമാവട്ടെ, മറ്റുള്ളതാവട്ടെ, നാട്ടുകാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, എല്ലാം രണ്ടാം സ്ഥാനത്ത്. അതുകൊണ്ട് അള്ളാഹു അക്ബർ, എനിക്ക് എല്ലാറ്റിലും വലുത് എൻ്റെ അള്ളാഹുവാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് ജീവിതം കൊണ്ട് കാണിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും മാതൃകയുണ്ട്, കൂടെയുള്ള പ്രവാചകന്മാരിലും മാതൃകയുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആ കാലത്തുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ളവരുടെ അടുത്ത് നോക്കുകയാണെങ്കിലോ, ഈ ഹാജറ എന്നുള്ള പേര് പോലും ശരിക്കുള്ള പേരാണോ? ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ പോയവളെന്നാണ്. ഒരു അടിമ സ്ത്രീയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഒരു കറുത്ത അടിമ സ്ത്രീയായ അവർക്ക് പേരെന്താണെന്നത് ആർക്കും അറിയില്ല. അവർക്ക് അങ്ങനെ ചിലപ്പോൾ പേര് തന്നെ ഉണ്ടാവണമെന്നില്ല, അടിമകൾക്കൊന്നും ചിലപ്പോൾ പേര് തന്നെ ഉണ്ടാവില്ല.
അതുകൊണ്ട് ഹിജ്റ പോയവൾ എന്നുള്ള അർത്ഥത്തിൽ ഹാജറ എന്ന് വിളിക്കുന്നു. അത് അവരുടെ ശരിക്കുള്ള പേരല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ സാറ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കൊരു സമ്മാനം കൊടുത്തതാണ്. ആ ചരിത്രം പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഏതായാലും അവരുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കുക. അവരുടെ ജീവിതം എന്തായിരുന്നു? അള്ളാഹു എന്താണോ കൽപ്പിച്ചത്, അള്ളാഹു കൽപ്പിച്ചതാണോ അത് നിങ്ങൾ നിറവേറ്റിക്കൊള്ളുക എന്നുള്ള പൂർണ്ണ സമ്മതമായിരുന്നു എല്ലാ കാര്യത്തിലും. മക്കയിലെ ആ ഒരു മണലാരണ്യത്തിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആ ഹാജറ ബീവിയെയും അവിടെ ആക്കിയ സമയത്ത് മടങ്ങിപ്പോരുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ മടങ്ങിപ്പോരുമ്പോൾ അവർ ചോദിച്ചത് എന്താ? അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അതേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, കാരണം അള്ളാഹു ഞങ്ങളെ നോക്കിക്കൊള്ളും. ഇനി അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളും, അള്ളാഹു പറഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ ഇവിടെ കൊടുന്നാക്കിയത് എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി കരഞ്ഞ സമയത്ത് അവർ വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് സഫാ മറുവയ്ക്കിടയിൽ. അല്ലാതെ അവിടെ വെറുതെ ഇരിക്കല്ല, അള്ളാഹു തന്നോളും, ഞങ്ങളെ അള്ളാഹു അല്ലേ ഇവിടെ കൊടുന്നാക്കാൻ പറഞ്ഞത്, അള്ളാഹു സംരക്ഷിച്ചോളും എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കല്ല. അവർ ചെയ്യേണ്ട പണിയുണ്ട്, അത് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവിടെയാണ് സംസം എന്നുള്ള ആ ഒരു കിണറിൻ്റെ ഉത്ഭവം വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു വ്യക്തിയുടെ കാലടിപ്പാടുകളാണ്. വേറെ ഒരു ആരാധനാകർമ്മത്തിലും കാലടികൾ പിന്തുടരുന്നില്ല. ഹാജറ ബീവിയുടെ ആ കാലടികൾ, സഫാ മറുവയ്ക്കിടയിലുള്ള ആ ഓട്ടം, അതാണ് പിന്തുടരാൻ വേണ്ടി പറയുന്നത്. അത്രയധികം അവർക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ സഹിച്ച ആ ത്യാഗത്തിന് കൊടുക്കുന്നൊരു ബിഗ് സല്യൂട്ടാണ് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ആ ഒരു സഫാ മറുവയ്ക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പം വേഗതയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത്. മറ്റെടുത്തും അത് കാണാൻ സാധ്യമല്ല. അത്രയധികം അവരെ ആദരിച്ചു അള്ളാഹു. നമ്മളോടൊക്കെ ആദരിക്കാൻ പറഞ്ഞു. ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആ കർമ്മങ്ങൾ. ഇനി അവരങ്ങനെ ആ കുട്ടിയെ വളർത്തിയതിന് ശേഷം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ആ കുട്ടിയെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ, അത് അവരോട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അവരതിന് കൂടെ നിൽക്കുക ചെയ്തത്. ആ വളർന്ന കുട്ടിയോ, ആ കുട്ടിയും അതേ പാത തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നാളെ കണ്ടെത്താം, അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ചെയ്യണം ഉപ്പ. അതാണ് ആ കുട്ടിയും പറഞ്ഞത്. അതുകൊണ്ടാണ് അവരിൽ എല്ലാവരിലും മാതൃകയുണ്ട്. കളവ് പറയാത്തൊരു ഉപ്പയെയും ഉമ്മയെയും നമുക്കവിടെ കാണാം. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഇനി കുട്ടിക്കൊരു പ്രയാസം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതൊന്നും അപ്പോൾ പറയൂല. നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റിപ്പുറപ്പെട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവസാനമായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇത് വീട്ടിൽ വെച്ചിട്ട് തന്നെ കുളിച്ച് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്താണ് മോനെ നിൻ്റെ അഭിപ്രായം? ആ മകൻ അതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ സമ്മതം കൊടുത്തതിന് ശേഷം കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി, കഴുത്തിൽ കത്തി വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഉപ്പാൻ്റെ മനസ്സൊന്ന് നമ്മളൊന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ സംഗതികൾ, ഈ ചരിത്രമൊക്കെ എത്ര തന്നെ നല്ല രൂപത്തിൽ കേട്ടാലും നമ്മളുടെ മനസ്സിൽ അത് വലിയൊരു പ്രകമ്പനൊന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ചെറിയ കാലത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ മദ്രസയിൽ വെച്ചിട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് അറുക്കൂല. അവിടെ വെച്ചിട്ട് അതിന് പകരം ഒരു ആടിനെ കൊടുക്കും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറുക്കൂല. ഇത് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ വലിയൊരു അത്ഭുതമോ ആശ്ചര്യമൊന്നും ഇല്ലാത്തത്. എന്നാൽ ഇങ്ങനെയല്ലല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സമയത്തുള്ള അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അറിയില്ലല്ലോ, ഈ അറിവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്നോട് നിർത്താൻ പറയുന്നൊന്നും മുൻകൂട്ടി അറിയില്ലല്ലോ. അപ്പോൾ ആ ഉപ്പയുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അറുത്തതിന് തുല്യമല്ലേ? ആ കഴുത്തിലൂടെ കത്തി അങ്ങോട്ട് താഴ്ന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഉപ്പ അനുഭവിക്കുന്ന മുഴുവൻ വേദനകളും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ അതൊക്കെ, ആ ത്യാഗമൊക്കെ സഹിച്ച് അവസാനം കഴുത്തിലേക്ക് കത്തി വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മതി, നീ അറിവ് പൂർത്തിയാക്കിയിട്ടുണ്ട്, അർത്ഥത്തിന് തുല്യമായിട്ടുണ്ട് എന്ന് അള്ളാഹു നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട്, ഒരുപാട് മാതൃകയുണ്ട്. ആ പറഞ്ഞയക്കുന്ന ഉമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുപ്പിച്ച് അറുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തയക്കുന്നത് അതുവരെ വളർത്തിയ ആ കുട്ടിയെ. എന്തായിരിക്കും ആ ഉമ്മയുടെ മാനസികാവസ്ഥ? അപ്പോൾ ഇത്രയൊക്കെ ഈ രൂപത്തിലൊക്കെ ജീവിച്ച ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരിലും നമുക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്, ഏറ്റവും നല്ല മാതൃക. അതാണ് അള്ളാഹു പറഞ്ഞത്.
എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ളവരും ആ സമൂഹത്തോട് പറഞ്ഞ കാര്യം, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവായവരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിന് ഞങ്ങൾ കൂട്ടില്ല. അള്ളാഹുവിന് പുറമേ നിങ്ങൾ മറ്റു പലരെയും ആരാധിക്കുന്നുണ്ട്, അത് ഞങ്ങൾ ആരാധിക്കൂല, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി നിൽക്കുന്നവരാണ്. ഇത് ശരിക്കും ഏതുപോലെയാണെന്നറിയോ? നമ്മൾ ചെറിയ സൂറത്തിൽ പഠിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിശ്വാസികളോട് പറഞ്ഞത്. അതേപോലെ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങളുടേതായ രൂപത്തിൽ, ഞാൻ നിങ്ങളോടത് തെറ്റാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. എന്നാൽ നിങ്ങളുടെ ആ ഒരു ആശയത്തിലേക്ക് എനിക്ക് എന്തായാലും വരാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതി, എനിക്കെൻ്റെ അള്ളാഹു, എനിക്കെൻ്റെ മതം. ഇത് അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, കഫർന ബിക്കും വബദ ബൈനന വ ബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദൻ. എന്നേക്കുമായി നമ്മൾക്കിടയിൽ ആ ഒരു എതിർപ്പ്, ആ ഒരു ശത്രുത. കാരണം രണ്ട് കൂട്ടരും രണ്ട് വിഭാഗത്തിലാകുമ്പോൾ ഒരു കൂട്ടർ വ്യക്തമായിട്ട് ഇതിനെ എതിർക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത രൂപത്തിൽ എതിർപ്പുകളാണ് വരുന്നത്. അപ്പോൾ നല്ല ശത്രുതയുണ്ടല്ലോ. അപ്പോൾ ഈ കാരണം കൊണ്ട് നമ്മൾക്കിടയിൽ ശത്രുതയും പകയും വെളിവായിട്ടുണ്ട്. മാത്രമല്ല ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നത് വരേക്കും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ആശയത്തിലേക്ക് ഞാൻ വരില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ശത്രുതയും ഈ ഒരു പകയും അതങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഖൗല ഇബ്രാഹിമ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ഇത് ഇപ്പോഴത്തെ ഈ ഒരു സൂറത്തുൽ മുംതഹിനയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ 3 ആയത്തുകളിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഇസ്ലാം ദീനിനെ മറക്കുന്ന ചില സന്ദർഭം, അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ പറഞ്ഞത് ഈ കാര്യം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കിട്ടും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കുടുംബത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, സ്വന്തം മകനല്ല പ്രാധാന്യം കൊടുത്തത്, സ്വന്തം നാട്ടുകാർക്കല്ല പ്രാധാന്യം കൊടുത്തത്, അള്ളാഹുവിനാണ് 1-ാം സ്ഥാനം കൊടുത്തത്. അതിൽ വ്യക്തമായ മാതൃകയുണ്ട്. അതല്ലാതെ സൂറത്തുൽ മുംതഹിനയുടെ ആദ്യത്തെ ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ മക്കയിലുള്ള സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഒരു നീക്കം ചോർത്തിക്കൊടുക്കുക, അത് വലിയൊരു തെറ്റാണ്. അത് നിങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് ചിന്തിക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ ഇതിലൊക്കെ മാതൃകയുണ്ടെങ്കിലും ഇനി പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് അള്ളാഹു എടുത്തു പറയാണ്. ഏതിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയില്ലാത്തത്? ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അതൊഴികെ ല അസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ. ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടുക തന്നെ ചെയ്യും, താങ്കൾക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും അധീനപ്പെടുത്തി തരാൻ എനിക്ക് കഴിവില്ല. എന്താണ് ആ പറഞ്ഞത്? ശരിക്ക് അള്ളാഹു പറയാണ്, അങ്ങനെ ഇസ്ലാമിനെതിരെ മുശ്രിക്കുകളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, സത്യവിശ്വാസം കൈക്കൊള്ളാത്ത ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ കൂടെ ജീവിക്കുന്ന മറ്റു മതക്കാരായ ആളുകളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ പുണ്യപ്പെട്ട സ്ഥലത്തേക്കല്ലേ പോകുന്നത്, ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കും അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യുക? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് ഈ ലോകത്ത് നല്ല ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവരുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താണ്? അവർക്ക് പാപമോചനത്തിന്, അവർ ചെയ്ത പാപങ്ങൾ പടച്ചോനെ പുറത്തു കൊടുക്കണേ, ആ പ്രാർത്ഥന മാത്രമാണ് പാടില്ലാത്തത്. പാപമോചനത്തിന് തേടാൻ പാടില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഉപ്പ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അതിനെ വിലക്കി. അത് പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ആ തരത്തിൽ പാപമോചനത്തിന് തേടാൻ പാടില്ല. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ. അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് വേണ്ടി എന്തെങ്കിലും അധീനപ്പെടുത്തി തരാൻ എനിക്ക് സാധ്യമല്ല. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? എന്തെങ്കിലും അള്ളാഹുവിൽ നിന്ന് ആ തരത്തിൽ നേടിത്തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നേടിത്തരുമായിരുന്നു. നിങ്ങളിങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്ത് വിഗ്രഹാരാധനയിലൊക്കെ ജീവിച്ച ആളാണെങ്കിൽ പോലും അതൊക്കെ മറികടക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരുമായിരുന്നു എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന തെറ്റാണ്. അതേപോലെ തന്നെ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അധീനപ്പെടുത്തി തരാൻ എനിക്ക് കഴിവില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു എന്നുള്ള ധ്വനിയാണ്. അതുകൊണ്ട് അത് തെറ്റാണ്, ആ തരത്തിൽ ചെയ്യാൻ പാടില്ല.
ആ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന ശരിയല്ല. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അതൊഴികെ മറ്റുള്ളതിലൊക്കെ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആയത്തിറങ്ങാനുള്ളൊരു പശ്ചാത്തലം ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണല്ലോ, അദ്ദേഹം അങ്ങനെ സ്വന്തം ഉപ്പ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്ത സമയത്ത് പോലും ആ സ്വന്തം ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാണാലോ, അങ്ങനെ പ്രാർത്ഥിച്ച സ്ഥിതിക്ക് നമുക്കും പ്രാർത്ഥിച്ചുകൂടെ? അതിൻ്റെ ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതായത് അത് പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയില്ലായിരുന്നു. അത് അള്ളാഹു തിരുത്തി കൊടുത്തു. അങ്ങനെ തിരുത്തി കൊടുത്ത സ്ഥിതിക്ക് ഇനി നമ്മളത് ചെയ്യാൻ പാടില്ല, ആ തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അള്ളാഹു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലുമുണ്ട്. ഇനി എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും പ്രാർത്ഥന അള്ളാഹുവിനോട്? ആ പ്രാർത്ഥന റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ. അള്ളാഹുവേ, ഞങ്ങൾ എല്ലാ കാര്യവും നിന്നിൽ തവക്കുലാക്കിയിട്ടുണ്ട്. എന്താ ഈ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി വരുന്നതൊക്കെ അള്ളാഹു എന്ത് തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഒരു വാഹനത്തിൽ കയറുമ്പോൾ ആ വാഹനം നമ്മൾ ഇനി അള്ളാഹുവിൽ തവക്കുലാക്കി എന്നൊക്കെ പറയും. എന്താ ഈ തവക്കുലാക്കൽ? നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം, അതിൻ്റെ ആ ഒരു സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം, എല്ലാം വേണം. എന്നിട്ടും വണ്ടി ഓടിച്ചിട്ട് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. അത് അള്ളാഹുവിൻ്റെ വിധി, അല്ലെങ്കിൽ ആ തരത്തിലൊരു വിധി നമുക്ക് നൽകി നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇനി വരുന്നതൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ, ഞങ്ങൾക്ക് എന്താണോ നന്മ അത് നീ വരുത്തണേ. ആ ഒരു പ്രാർത്ഥനയാണ് തവക്കുൽ ചെയ്യുക. ഇത് തവക്കൽത്തു അലല്ലാ എന്നുള്ളത് വണ്ടിയിൽ എഴുതി ഒട്ടിക്കലല്ല കേട്ടോ പറഞ്ഞത്, അത് വീട്ടിലെവിടെയെങ്കിലും എഴുതി ഒട്ടിക്കലല്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് തവക്കൽത്ത് ഉണ്ടാവേണ്ടത്. വാഹനത്തിൽ അത് എഴുതി ഒരു സ്റ്റിക്കറാക്കിയിട്ട് എഴുതി ഒട്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളത് നമ്മുടെ മനസ്സുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടേണ്ട ഒരു തേട്ടാണ്. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ഞാൻ ശ്രദ്ധിക്കാം, പരമാവധി ശ്രദ്ധിക്കാം. അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്താണോ നല്ലത് അത് നീ ചെയ്യുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതാണ് തവക്കുൽ. ആ തവക്കുലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ചെയ്തത്. പ്രാർത്ഥനയും അങ്ങനെയായിരുന്നു. റബ്ബന അലൈക തവക്കൽന, നിന്നിലേക്ക് അല്ലെങ്കിൽ നിൻ്റെ മേൽ ഞങ്ങളെല്ലാം തവക്കുൽ ചെയ്തിരിക്കുന്നു. വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ, വിനയത്തോടുകൂടി വിനയപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ അവസാന മടക്കം നിന്നിലേക്ക് തന്നെയാണ്. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ഒരു ചെറിയ ക്ലാസ്സിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും. ഇനിയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ നിമിഷത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മാതൃകകൾ. എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കുട്ടീനെ കിട്ടിയത്, ആ പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മടുപ്പ് തോന്നിയോ? ഞാൻ ഇങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നൊരു വ്യക്തിയായിട്ട് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു എനിക്കത് തരുന്നില്ല, പിന്നെ എന്തിനാപ്പോൾ ഞാൻ ഇങ്ങനെ ആരാധിക്കാനൊക്കെ നിൽക്കണേ, പിന്നെ എന്തിനാണ് ഞാൻ അള്ളാഹുവിൽ ഇങ്ങനെ വിശ്വസിക്കാൻ നിൽക്കുന്നത്? പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യം, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിസ്കാരവും സക്കാത്തും നോമ്പൊക്കെ ഉണ്ട്, എന്നിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന പലതും അള്ളാഹു തരുന്നില്ല, പിന്നെ എന്തിനാപ്പോൾ ഞാൻ നിസ്കരിക്കാനൊക്കെ നിൽക്കണേ? ഇവിടെ നമ്മൾ നോക്കണം, ആ ഒരു പ്രായം ഏറെ ആകുന്നത് വരെയും പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിയെ കൊടുത്തിട്ടില്ല അള്ളാഹു. അതൊക്കെ പരീക്ഷണമാണ്. അവിടെയൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരാശപ്പെട്ടിട്ടില്ല, നിരാശപ്പെട്ട് അള്ളാഹുവിനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇതൊക്കെ പരീക്ഷണമാണ് എന്ന് വിശ്വസിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ മാതൃകകൾ കാണാൻ പറ്റും. ആ മാതൃകയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാതൃകകൾ ഉണ്ടാവണം. അത് ഉസ്വത്തുൻ ഹസനത്താണ്, ഏറ്റവും നല്ല ഉത്തമമായ മാതൃകയാണ്. അത് ഒരാൾ പാലിക്കുകയാണെങ്കിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നർത്ഥം. നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖദ് കാനത്ത് ലക്കും, ഖദ് ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ 5 കുത്തുബ് ജദ്, ഖാഫ് ത്വാ ബാ ജീമ് ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അവിടെ കുറച്ച് കട്ടിയിൽ പറയണം, വെളിവാക്കി പറയണം. അപ്പോൾ ഖദ് എന്നുള്ളിടത്ത് ഖദ് എന്ന് പറഞ്ഞാൽ പോരാ, ഖദ് ദ് എന്നുള്ളത് വെളിവായി കേൾക്കണം.
കാനത്ത് ലക്കും ഉസ്വത്തുൻ. ഉസ്വത്തുൻ എന്നുള്ളിടത്ത് തെൻവീന് വന്നു. എവിടെ തെൻവീന് കണ്ടാലും എവിടെ സുക്കൂനുള്ള നൂന് കണ്ടാലും അതിന് ശേഷം വരുന്ന അക്ഷരം ഒന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് നിയമം പറയാൻ പറ്റുക. ഇപ്പോൾ ഉസ്വത്തുൻ തെൻവീന് വന്നില്ലേ, അതിന് ശേഷം വരുന്ന അക്ഷരം ഏതാ? ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കണം. 6 അക്ഷരങ്ങളുടെ മുമ്പിൽ ഇതേപോലെ തെൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ വെളിവാക്കണം. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എന്നാണ് അതിന് പറയാം. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ തെൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാലും അവിടെ വെളിവാക്കണം. അപ്പോൾ ഉസ്വത്തുൻ, എന്താ ഈ വെളിവാക്കുക എന്ന് പറഞ്ഞാൽ ഉസ്വത്തുൻ, ആ തെൻവീനെ ശരിക്കും അങ്ങോട്ട് പറയാം. നൂനൊക്കെ കേൾക്കും. അപ്പോൾ ഉസ്വത്തുൻ തുൻ എന്ന് പറയും. മറ്റത് മണിക്കുക എന്ന് പറയുമ്പോൾ ഉസ്വത്തു, അവ്യക്തമാക്കുക എന്ന് പറയുമ്പോൾ ഉസ്വത്തു, അങ്ങനെ പറയാം. ഇത് ഉസ്വത്തുൻ. ഇനി ഹസനത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തെൻവീനുണ്ട്. അപ്പോൾ അതിന് ശേഷം വരുന്ന അക്ഷരം നോക്കണം, ഫ ആണ്, ഫീ എന്നുള്ളടത്ത്. അപ്പോൾ ഫാഇൻ്റെ മുമ്പ് തെൻവീൻ അല്ലെങ്കിൽ തെൻവീന് ശേഷം ഫ വന്നു, അവിടെ ഇഹ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ അവിടെ വെളിവാക്കൂല. ഹസനത്തോ ഫി, ഹസനത്തോ ഫി. ഇനി ഫീ ഇബ്രാഹിമ എന്നുള്ളിടത്ത് ഫീ എന്നുള്ള ആ ഒരു നീട്ടലുണ്ടല്ലോ, അതിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. ഒരു നീട്ടലിന് ശേഷം ഹംസ കണ്ടാൽ അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണോ വ്യത്യസ്ത പദങ്ങളിലാണോ എന്ന് നോക്കണം. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നിർബന്ധമില്ല, 2 മുതൽ 5 വരെ അക്ഷരങ്ങളുടെ ദൈർഘ്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നീട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഫീ എന്നുള്ള നീട്ടൽ ശേഷം ഇബ്രാഹിമ എന്നുള്ളതിലെ ഹംസ. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. ഫീ എന്നുള്ളതൊരു പദം, ഇബ്രാഹിം വേറെ പദം. അങ്ങനെയാകുമ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. ഫീ ഇബ്രാഹിമ. ഇബ്രാഹിമ എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദാലിന് സുക്കൂന് കിട്ടിയ പോലെ തന്നെയാണ് ബാഇന് സുക്കൂന് വന്നാലും. എടുത്ത് പറയണം, ഇബ് ഇബ്, ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇബ്രാഹിം ഇബ്രാഹിം, ബ് എന്നുള്ളത് എടുത്ത് പറയണം, ഇബ്രാഹിമ. വല്ലദീന മഅഹൂ, അവിടെ മഅഹൂ എന്നുള്ള ആ ഒരു നീട്ടിൽ നോക്കുക. അവിടെ ആ നീട്ടിൽ ഹൂ എന്നുള്ളത് ശരിക്കും ഹാ ഉലമീറാണ്. ഹാ ഉലമീറിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ അതിനെ നീട്ടണം, 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. പക്ഷേ ശേഷം വരുന്ന അക്ഷരം ഹംസയാണെങ്കിൽ അത് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. മദ്ദുസിലത്തിൽ കുബറ എന്നാണ് അതിന് പറയാം. അപ്പോൾ അവിടെ മഹൂ ഇത്, അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് ആ ഹൂ എന്നുള്ളതിന് ശേഷം ഹംസ വന്നതുകൊണ്ടാണ്. ഹംസ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരത്തിനാണ് അവിടെ ഹർക്കത്തെങ്കിൽ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ മാത്രമാണ് ആ ഹൂ എന്നുള്ളത് നീട്ടുക. അപ്പോൾ അതിനെ മദ്ദുസിലത്ത് സൂറ എന്നാണ് പറയാം. ഇസ് ഖാലു, അവിടെ ഇസ് എന്ന് പറയുമ്പോൾ ദാലാണ്, ദാലല്ല. ദാലിന് സുക്കൂന് വന്നാൽ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ദാലാവുമ്പോൾ അവിടെ നമുക്ക് അങ്ങനെയല്ല, സാധാരണ തൊട്ട് വെച്ച് പോയാൽ മതി. ലി ഖൗമിഹിം, ഇത് ഖാലു ലി ഖൗമിഹിം ഇന്ന, നൂൻ്റെ ശബ്ദ് മണിക്കണം. ബുറ ഉ, അവിടെ നോക്കുക, അവിടെ ബുറ ആ എന്നുള്ള നീട്ടലിന് ശേഷം ഉ ഹംസ വന്നു. ആ ഹംസ ഒരു വാവിൻ്റെ മേലെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാലും അത് ഹംസ തന്നെയാണ്. ഹംസ അലിഫിൻ്റെ മേലെയോ വാവിൻ്റെ മേലെയോ യാൻ്റെ മേലെയൊക്കെ എഴുതും, ഒറ്റയ്ക്കും എഴുതും. അപ്പോൾ ഇവിടെ ആ എന്നുള്ളൊരു നീട്ടൽ, ആ നീട്ടലിന് ശേഷം ഉ എന്നുള്ള ഹംസ. അപ്പോൾ നീട്ടലും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു. നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം അവിടെ. അപ്പോൾ ബുറ ഉ. മിങ്കും, സുക്കൂനുള്ള നൂന് വന്നില്ലേ, അതിന് ശേഷം വരുന്ന അക്ഷരം ഏതാ? കാഫാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. വമിമ്മ, ആ മീമിൻ്റെ ശബ്ദ് മണിക്കുക. തഅ്ബുദൂന മിൻ ദൂനി, ദാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ ദൂനി, മിൻ ദൂനില്ലാഹി കഫർന ബിക്കും വബദാ ബൈനന വബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ദാഉ. ബഗ്ദാഉ എന്നുള്ളിടത്ത് ദ്വാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ, ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത്. നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. ഇങ്ങനെ ഒരേ പദത്തിൽ തന്നെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നിട്ട് നിർബന്ധം എന്ന് പറയില്ലേ, അതിനെ നമ്മൾ മദ് മുത്തസിൽ എന്നാണ് പറയാം. എന്നാൽ വ്യത്യസ്ത പദങ്ങളിലാകുമ്പോൾ മദ് മുൻഫസിൽ എന്ന് പറയും. അബദൻ ഹത്ത, അബദൻ തെൻവീന് കണ്ടു, അതിനുശേഷം വന്നത് ഹ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, തെൻവീന് ശേഷം ഹ വരുന്ന അവസ്ഥ ഇൽഹാർ ചെയ്യണം. അപ്പോൾ അബദൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഹത്ത തുഅ്മിനു ബില്ലാഹി വഹ്ദഹു, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഹൂ എന്നുള്ള ഹ ഉലമീർ, അതിനുശേഷം വന്നത് ഹംസയാണ്. ഈ ഹ ഉലമീർ കാണുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോയെന്നാണ്. പിന്നെയാണ് ശേഷം വന്നത് ഹംസയാണെന്നും കൂടെ നോക്കേണ്ടത്. അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തും ഉണ്ട്, ശേഷം വന്നത് ഹംസയും കൂടി ആണെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം.
അപ്പോൾ വഹ്ദഹു. ഇല്ലാ ഖൗല ഇബ്രാഹീമ. ഇബ്രാഹീമ ബ് എന്നുള്ളത് എടുത്തു പറയുക കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ലി അബീഹി, അവിടെ നോക്കുക, അവിടെ ഒരു ഹ ഉലമീർ ഇല്ലേ, അബീഹി അവസാനത്തിലുള്ളത് ഹ ഉലമീറാണ്. ഈ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷം വന്ന അക്ഷരത്തിനുണ്ട്, ലാമിന് ഫത്ത്. മുമ്പുള്ള അക്ഷരം ഏതാ? അബീ, ഒരു നീട്ടലാണ്. നീട്ടൽ കണ്ടാൽ അത് ഹർക്കത്തില്ല, അവിടെ സുക്കൂനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹ ഉലമീറിൻ്റെ മുമ്പ് സുക്കൂനാണ്, ഹർക്കത്തില്ല. ശേഷം മാത്രമേ ഹർക്കത്തുള്ളൂ, അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല. അബീഹി എന്നേ പറയൂ, അബീഹി എന്ന് പറയില്ല, അബീഹി എന്നേ പറയുള്ളൂ. ല അസ്തഗ്ഫിറന്ന, നൂനിൻ്റെ ശബ്ദ മണിക്കുക. ലക്ക വമാ അംലിക്കു ലക്ക. ഒരു നീട്ടലിന് ശേഷം ഹംസ കണ്ടാൽ അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണോ വ്യത്യസ്ത പദങ്ങളിലാണോ എന്ന് നോക്കണം. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നിർബന്ധമില്ല, 2 മുതൽ 5 വരെ അക്ഷരങ്ങളുടെ ദൈർഘ്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നീട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കുക, നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാകുമ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മിനല്ലാഹി മിൻ ഷൈഇൻ, ഷീനിൻ്റെ മുമ്പ് സുക്കൂൻ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ ഷൈഇൻ. ഷൈഇൻ എന്നുള്ളിടത്ത് അവിടെ ഒരു സിലി കാണാം, ഒരു സ്വാദും ലാമും ചെറുതായിട്ട് മുകളിൽ എഴുതിയത് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത്. അവിടെ നിർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ഷെയ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഷെയ് അവസാനത്തിൽ സുക്കൂൻ ഇട്ടിട്ട് ഷെയ് ഇൻ എന്നുള്ളത് ഷെയ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അങ്ങനെയാവുമ്പോൾ ആ ഷെയ് എന്നുള്ള യാൻ്റെ സുക്കൂനില്ലേ, അത് കുറച്ചിങ്ങനെ അങ്ങോട്ട് നീട്ടാം. മദ്ദുല്ലീൻ എന്നാണ് അതിന് പറയാം. നമ്മൾ ഈലാഫി ഖുറൈഷ് പഠിച്ച സമയത്ത് അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഷെയ് എന്നവിടെ ആ യാനെ കുറച്ചിങ്ങനെ നീട്ടിയിട്ട് അതൊരു ലീനാണ്, മദ്ദുല്ലീൻ എന്നാണ് അതിന് പറയാം. ആ തരത്തിൽ നിർത്താം. ചേർത്തി ഓതുകയാണെങ്കിൽ ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ ആ ഒരു തൻവീന് നോക്കണം. അതിനുശേഷം വരുന്ന അക്ഷരം റ ആണ്. അപ്പോൾ ആ റാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ തൻവീനിനെ പൂർണ്ണമായിട്ടും റായിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. അതിനെ ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് പറയാം. അങ്ങനെയാകുമ്പോൾ റാഇന് ഷദ്ദിട്ട പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഒരു ഷദ്ദിട്ട് കൊടുത്തത്. ചേർത്തി ഓതുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ഷദ്. അവിടെ നിർത്തിയിട്ട് ഓതുമ്പോൾ ആ ഷദ് പറയണ്ട. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ മീ ഷൈഇ റബ്ബന, മീ ഷൈഇ റബ്ബന, അപ്പോൾ അവിടെ റാഇന് ഷദ് കൊടുത്തിട്ട് പറയണം. അല്ലെങ്കിൽ മീ ഷൈ, പിന്നെ അവിടുന്ന് സാധാരണത്തെ പോലെ റബ്ബന, റാഇന് ഫത്ഹാണെന്ന് വിചാരിച്ചാൽ മതി. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന. അനബ്, അവിടെ ബ് എന്ന് വന്നു, ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, വെളിവാക്കി പറയണം. അനബ്ന എന്ന് പറഞ്ഞാൽ പോരാ, അനബ്ന, ബ് എന്നുള്ളത് വെളിവാക്കി പറയണം. വ ഇലൈക്കൽ മസീർ, അവിടെ അവസാനത്തെ റാഇന് നമ്മൾ സുക്കൂനിട്ടിട്ടാണല്ലോ നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ തൊട്ട് മുമ്പ് നീട്ടലായതുകൊണ്ട്, കെസറുള്ള നീട്ടലായതുകൊണ്ട് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മസീർ, രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ആ ഒരു നീട്ടൽ, സ്വീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് ആരിൽ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലസീന മഅഹു ഇസ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു ഇല്ലാ ഖൗല ഇബ്രാഹീമ ലിഅബീഹി ലഅസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇ റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ. കാന എന്തുകൊണ്ടാണ് കാനത്ത് എന്നാക്കിയത്? കാനത്ത് എന്നാക്കാൻ കാരണം എന്തിനെക്കുറിച്ചാണിത് പറഞ്ഞത്? കാനത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുണ്ടായിട്ടുണ്ട്? ഉസ്വത്തുൻ, മാതൃക ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉസ്വത്തിനെ കുറിച്ചാണ് ഈ കാന പറയുന്നത്. അതുകൊണ്ട് ഉസ്വത്തുൻ ഏത് രൂപത്തിലാണോ അതിനനുസരിച്ച് കാനയെ മാറ്റണം. ഉസ്വത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് കാന പറയില്ല, കാനത്ത് എന്നാ പറയാം. ഇപ്പോൾ കതബ വലതുൻ എന്ന് പറയും, എന്നാൽ കതബ ബിൻതുൻ എന്ന് പറയുമോ? ഇല്ലല്ലോ, കതബത്ത് ബിൻതുൻ എന്നാ പറയാം, കാരണം പെൺകുട്ടിയെ പറ്റിയാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ ഉസ്വത്തുൻ ഒരു സ്ത്രീലിംഗ പദത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ട് കാന പറ്റില്ല, കാനത്ത് ലക്കും ഉസ്വത്തുൻ. അപ്പോൾ ഈ ഉസ്വത്തുൻ എന്നുള്ളത് കാനയുടെ ഇസ്മാണ്.
കാനയുടെ ഇസ്മാണ് ഉസ്വത്തുൻ, അവിടെ ഖബർ മറഞ്ഞു കിടക്കുകയാണ്. ഇനി ഉസ്വത്തുൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ഒരു സിഫത്ത് അല്ലെങ്കിൽ നാത്ത് എന്നുള്ള പദമാണ് ഹസനത്തുൻ. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടുക. അതുകൊണ്ടാണ് ഉസ്വത്തുൻ, ഹസനത്തുൻ രണ്ടും ഒരേപോലെയുള്ള രൂപഘടന കിട്ടിയത്. സ്ത്രീലിംഗാണെങ്കിൽ രണ്ടും സ്ത്രീലിംഗം, പുല്ലിംഗാണെങ്കിൽ രണ്ടും പുല്ലിംഗം, ആ രൂപത്തിലാണ് വരിക. ഒന്ന് അലിഫ്ലാം വെച്ചിട്ടാണെങ്കിൽ മറ്റൊന്നും അലിഫ്ലാം വെച്ചിട്ട് ആ രൂപത്തിലൊക്കെയാണ് വരിക. ഫീ ഇബ്രാഹീമ, ഇവിടെ പലർക്കും ഒരു സംശയം തോന്നാം, ഫീ എന്നുള്ളത് ഹർഫ് ജർ അല്ലേ? ഇപ്പോൾ ഫീ ഒരു അൽ ബൈത്തു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫീ വന്നാൽ ഫിൽ ബൈത്തി എന്നാണ് പറയാം. എന്നാൽ ഇവിടെ ഫീ ഇബ്രാഹീമി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ ഇബ്രാഹിം എന്നുള്ള പദം ഇസ്മു അലം എന്നാണ് പറയാം. അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അത് ജെറ് കിട്ടിയ രൂപത്തിലാണ്, പക്ഷേ ഫത്തഹ് കൊണ്ടാണ് ജെറ് കൊടുക്കുക. അവിടെ ഫീ ഇബ്രാഹീമ എന്നേ എഴുതാൻ പറ്റുള്ളൂ, ഫീ ഇബ്രാഹീമി എന്ന് എഴുതൂല. അങ്ങനെ ചില പദങ്ങളുണ്ട്. ഇനി വല്ലസീന മാഹു ഇത് ഖാലു ലി ഖൗമിഹിം, അവിടെ ലീ എന്ന് വന്നതുകൊണ്ടാണ് ഖൗമി എന്നായത്. ലീ ഇല്ലാതെ അവരുടെ ജനത എന്ന് പറയുമ്പോൾ ഖൗമുഹും അവരുടെ ജനത. എന്നാൽ ലീ വരുമ്പോൾ ലി ഖൗമി എന്നാവും. ലി ഖൗമി, കാരണം ലീ ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജെറ് കിട്ടണം. അതുകൊണ്ട് ലി ഖൗമി എന്നായി. ഖൗമി എന്നുള്ളതിൻ്റെ കൂടെ ഹും ചേരില്ല. കാരണം ഹും എന്നെഴുതണോ ഹിം എന്നെഴുതണോ തീരുമാനിക്കുന്നത് ആ അവസാനത്തെ അക്ഷരമാണ്. ഖൗമി എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം കെസ്ർ കിട്ടിയ രൂപത്തിലല്ലേ? കെസ്ർ കിട്ടിയ രൂപത്തിലുള്ള അക്ഷരത്തിന് ശേഷം ഹിം എന്നാണ് ചേർക്കുക. ലി ഖൗമി ഹിം. ഇന്ന ബുറആഉ മിൻകും, ഇന്ന എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അത് ഇന്നയുടെ ഇസ്മ്, അതിന് ശേഷം വരുന്ന വിവരണം ഇന്നയുടെ ഖബർ. ഇവിടെ ഇന്ന എന്നുള്ളതിൽ നിന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ ഇന്നന എന്നാണ് ശരിക്കത്. അപ്പോൾ അവിടെ ആ ന എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ്. ഇനി ബുറആഉ എന്നുള്ളത് ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നസ്ബായിരിക്കും, സാധാരണ ഫത്ത് കിട്ടിയ രൂപത്തിൽ. പക്ഷേ അവിടെ അത് നമുക്ക് ഫത്ത് നസ്ബിൻ്റെ സ്ഥാനത്തെന്ന് പറയാനേ പറ്റുള്ളൂ. അത് ഇന്നയുടെ ഇസ്മായി വന്നതുകൊണ്ട് ന എന്ന് എഴുതിയതൊന്നുമല്ല, അല്ലെങ്കിലും ന അങ്ങനെ തന്നെയാണ്, മബിനിയായ രൂപമാണ്. ഇനി ഇന്നയുടെ ഖബർ എന്താണ്? അത് ബുറആഉ എന്നുള്ളതാണ്. ആ ബുറആഉ എന്നുള്ളതിന് റഫ് കിട്ടിയ രൂപത്തിലാണുള്ളത്, അത് ഇന്നയുടെ ഖബർ ആയതുകൊണ്ടാണ്. മിൻകും വമിമ്മ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അവിടെ ഈ മിൻ ദൂനി എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ദൂന എന്നുള്ളതിന് മുമ്പിൽ മിൻ വന്നപ്പോൾ മിൻ ദൂനി എന്നായി. ഇനി ഈ ദൂനി എന്നുള്ള പദത്തെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ടുണ്ട്, മുലാഫിനിലേഹിയാണ്. അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പദത്തെ ലാഹി എന്നുള്ള രൂപത്തിലേക്ക് ജെറ് കിട്ടിയ രൂപത്തിലേക്ക് എഴുതി. അപ്പം മിൻ ദൂനില്ലാഹി വരാൻ കാരണം ശരിക്കും ആ ദൂൻ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ളതിലേക്ക് ചേർത്തപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിനിലേഹിയായി, അങ്ങനെ അതിന് ജെറ് കിട്ടി. ഇനി മിൻ വന്നതുകൊണ്ടാണ് ദൂനി എന്നായി മാറിയത്. വ ബദ, ബദ എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത്? അൽ അദാവത്തു വൽ ബഗ്ദാഉ, അതാണ് വെളിപ്പെട്ടത്. അദാവത്ത് ശത്രുത. അപ്പോൾ ഈ ശത്രുത എന്നുള്ള പദം അതാ ബദ എന്നുള്ള പദത്തിൻ്റെ ഫായിലാണ്. ശത്രുത വെളിപ്പെട്ടു, അത് ഫായിലാണ്, അത് റഫിൻ്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ റഫ് കിട്ടിയ രൂപത്തിലാണ്. അതിലേക്ക് ചേർത്ത് മറ്റൊരു ഫായിലും കൂടെ ഉണ്ട്, വൽ ബഗ്ദാഉ. അങ്ങനെ രണ്ട് ഫായിലുകൾ വരുമ്പോൾ ആദ്യത്തിനെ നമ്മൾ ഫായിലായിട്ടും പറയും, രണ്ടാമത്തതിനെ ആദ്യത്തെ ഫായിലേക്ക് ചേർക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ മഅ്തൂഫ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ബഗ്ദാഉ എന്നുള്ളത് മഅ്തൂഫാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഫായിലേക്ക് ചേർക്കപ്പെട്ട രണ്ടാമത്തെ ഫായിൽ എന്ന് വേണമെങ്കിൽ അങ്ങനെയും മനസ്സിലാക്കാം. അബദൻ ഹത്ത തുഅ്മിനു, ഈ ഹത്ത വരുന്ന സമയത്ത് ഒരു മുലാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ഹത്ത വരുമ്പോൾ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. പക്ഷേ ചില സമയത്ത് നെസ്ബ് കൊടുക്കുക വെറും ഫത്ത് കൊണ്ട് മാത്രമൊന്നുമല്ല. അപ്പോൾ ഇവിടെ തുഅ്മിനൂന എന്നാണ്. ആ തുഅ്മിനൂന എന്നുള്ളതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുഅ്മിനൂ എന്നാക്കി, ആ നൂന് കളയുക ചെയ്തത്. ഈ നെസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹത്ത അൻ, അവിടെ അൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയാം. അൻ ലൻ ഇസൻ കൈ, ഈ വാക്കുകളൊക്കെ വന്നാൽ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അപ്പോൾ ഇവിടെ ഹത്ത വരുമ്പോൾ ഹത്തക്ക് ശേഷം ഒരു അൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയാം. ഹത്ത അൻ തുഅ്മിനു എന്നാണ്, അത് ആ അൻ ഒഴിവാക്കിയിട്ട് ഹത്ത തുഅ്മിനു എന്നാണ് പറയാം. ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് അള്ളാഹു എന്ന് പറയില്ല, ലാഹി എന്നാണ് പറയുക. ബില്ലാഹി, നമ്മൾ ബിസ്മി എന്നല്ലേ പറയാം. അതുപോലെ വഹ്ദഹു എന്നുള്ള പദം ഹാലിൻ്റെ പദമാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം. ഹാലിൻ്റെ പദങ്ങൾക്ക് നെസ്ബ കിട്ടുക, അതുകൊണ്ടാണ് വഹ്ദ ഫത്ത് കൊടുക്കാൻ, നെസ്ബ് കൊടുക്കാൻ കാരണം അത് ഹാലിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ്. അപ്പോൾ ഏകനായ നിലയിൽ, ഒരുവനായ നിലയിൽ. ഇല്ലാ ഖൗല ഇബ്രാഹീമ, ഈ ഖൗല എന്നുള്ളതിനെ മുസ്തസ്ന എന്നാണ് പറയുക, അതുകൊണ്ടാണ് ഖൗല എന്ന് ഫത്ത് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. അത് ഇല്ല എന്ന് വരുമ്പോഴുള്ള നിയമമാണ്. അത് കുറച്ചൊരു വലിയ ഗ്രാമർ ആയതുകൊണ്ട് അത്ര പറയുന്നില്ല, തൽക്കാലം അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇല്ലയുടെ ഒരു മുസ്തസ്ന ആയതുകൊണ്ട് നമുക്കവിടെ ഖൗല എന്ന് ഫത്തുള്ള രൂപത്തിൽ എഴുതി. ഖൗല ഇബ്രാഹീമ എന്ന് പറയുമ്പോൾ ഇബ്രാഹീം എന്നുള്ളതിലേക്ക് ഖൗലിനെ ചേർത്തു. അപ്പോൾ ഇബ്രാഹീം എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, ജെറ് കിട്ടിയ രൂപത്തിലാണ്.
പക്ഷേ നമുക്കറിയാം ഇബ്രാഹിം എന്നുള്ള പദത്തിന് അത് ഇസ്മ അലമാണ്, അതിന് ജെറ് കിട്ടുമ്പോൾ കെസറിട്ട് കൊടുക്കാൻ കഴിയില്ല, ഫത്ത് കൊണ്ട് തന്നെയാണ് കെസറിനെ സൂചിപ്പിക്കുക. അതുകൊണ്ട് ഇബ്രാഹിമ എന്ന് തന്നെ കിട്ടി. പക്ഷെ പറയുമ്പോൾ അത് ജെറ് കിട്ടിയ അവസ്ഥയിലാണുള്ളത് എന്ന് പറയണം. ലി അബീഹി, അവൻ്റെ ഉപ്പ എന്നുള്ളതിനെ എങ്ങനെ പറയാം? അബൂഹു എന്നാണ് പറയാം. അദ്ദേഹത്തിൻ്റെ ഉപ്പ, അവൻ്റെ ഉപ്പ എന്നൊക്കെ. അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ആ അബൂ എന്നുള്ളത് അബീ എന്നായിട്ട് മാറും. ലി അബീ എന്നാവും അബൂ എന്നുള്ളത്. അപ്പോൾ അബൂഹു എന്നുള്ളതിന് പകരം അബീഹി എന്നാവും. അബൂ എന്നുള്ളതിൻ്റെ കൂടെയാണ് ഹു ചേർക്കുക, അബീ എന്നാവുമ്പോൾ ഹി എന്നാണ് ചേർക്കുക. ഇല്ല അസ്തഗ്ഫിറന്ന, അവിടെ ശരിക്ക് അസ്തഗ്ഫിറു, അതിൻ്റെ കൂടെ ന എന്ന് ചേർക്കുമ്പോൾ ആ അവസാനത്തെ ലമ്മ് മാറ്റി ഫത്ത് ആക്കും, അസ്തഗ്ഫിറന്ന എന്നാക്കും. തുടക്കത്തിൽ തൗക്കീദിൻ്റെ ഒരു ലാമുണ്ട്. വമ അസ്തഗ്ഫിറന്ന ലക വമാ അംലിക്കു ലക മിനല്ലാഹി. മിനല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഹർഫ് ജർ മിൻ വന്നു, അപ്പോൾ മിനല്ലാഹി എന്നായി. മിൻ ഷെയ് ഇൻ, അവിടെ അങ്ങനെ തന്നെയാണ്. മിൻ ഹർഫ് ജർ ഷെയ്ഇൻ്റെ മുമ്പിൽ വന്നു, അപ്പോൾ മിൻ ഷെയ് ഇൻ എന്നായി. അവിടെയൊക്കെ ആ ഒരു ഷെയ്ഇന് അള്ളാഹു എന്നുള്ളതിനൊക്കെ ജർ കിട്ടാൻ കാരണം മിന്ന് വന്നതുകൊണ്ടാണ്. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന. അനബ്ന എന്നുള്ളത് വന്നത് അനാബ എന്നുള്ള പദത്തിൻ്റെ കൂടെ ന എന്ന് ചേർന്നപ്പോൾ അനാബിന എന്നല്ല പറയാം, അനബ്ന എന്നാണ് പറയാം. അങ്ങനെയാണ് ആ പദം വന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.